ഇനി ബ്രൂസിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. ബ്രൂസ് ആരാണെന്നല്ലേ? വിരമിച്ചൊരു പോലീസ് നായയാണ്. ബ്രൂസ് തൻ്റെ ഉറ്റ സംരക്ഷകനായ രഞ്ജിത്തിൻ്റെ വീട്ടിലും ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി ഡോഗ് സ്ക്വാഡിൽ നിന്ന് വിരമിച്ച സ്നിഫർ ഡോഗ് നീലി എന്ന ബ്രൂസിനെ അഗതി മന്ദിരത്തിലേക്ക് വിട്ടു നൽകാതെ നിയമ നടപടികൾ പൂർത്തിയാക്കി സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് മോഹൻ സ്വന്തം വീട്ടിലെ അംഗമാക്കിയത്. ബ്രൂസിൻ്റെ പുതിയ താമസ സ്ഥലത്തെ വിശേഷങ്ങളിലേക്ക്. കേരള പോലീസിലെ ആദ്യത്തെ നർക്കോട്ടിക് ഡോഗ് എന്ന ഖ്യാതിയോടെയാണ് ബ്രൂസ് വിരമിച്ചത്. 2015 വെറും 3 മാസം പ്രായമുള്ളപ്പോൾ തുടങ്ങിയതാണ് രഞ്ജിത്തും ബ്രൂസും തമ്മിലുള്ള ബന്ധം. ഇടുക്കിയിലെ കൊടുങ്കാടുകളിലും കുമളിയിലെ ലഹരിത്താവളങ്ങളിലും ഇവർ ഒരുമിച്ച് നടത്തിയ വേട്ടകൾ നിരവധിയാണ്. ഡ്യൂട്ടി കഴിഞ്ഞാൽ ക്യാമ്പിലെ കൂട്ടിലുറങ്ങുന്ന ബ്രൂസിനെ പിരിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ രഞ്ജിത്തിന് പ്രയാസമായിരുന്നു. ഒടുവിൽ വിരമിക്കൽ കാലമെത്തിയപ്പോൾ അവളെ ഷെൽട്ടർ ഹോമിലേക്ക് അയക്കാൻ മനസ്സനുവദിച്ചില്ല. ഞാൻ റിട്ടയർമെൻറ്റ് സമയത്ത് ഡോഗിനെ കൂടെ കൂട്ടിൽ തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അതുപ്രകാരം നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് വലിയ കാലതാമസമില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സേനയിലെ നായ്ക്കൾ വിരമിച്ചാൽ സാധാരണയായി അവയെ ഷെൽട്ടർ ഹോമുകളിലേക്കാണ് മാറ്റാറുള്ളത്. എന്നാൽ രഞ്ജിത്ത് നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക അനുമതി നൽകി. ഇന്ന് തൊടുപുഴയിലെ രഞ്ജിത്തിന്റെ വീട്ടിലെത്തിയ ബ്രൂസ് ഒരു വിരുന്നുകാരിയല്ല, മറിച്ച് ആ കുടുംബത്തിലെ ഒരു അംഗമാണ്. രഞ്ജിത്തിന്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളും ഒരുപോലെ ബ്രൂസിനെ നെഞ്ചേറ്റി കഴിഞ്ഞു. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. പിള്ളേർക്ക് ഭയങ്കര കാര്യമാണ്. പിള്ളേരെപ്പോഴും ചോദിക്കും എന്നാ ഡോഗിനെ കൊണ്ടുവരണേ. എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. മനുഷ്യനും മൃഗവും തമ്മിലുള്ള സ്നേഹത്തിന് ഭാഷയുടെയോ നിയമങ്ങളുടെയോ അതിർവരമ്പുകളില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് മോഹൻ. കാക്കിയഴിച്ച ബ്രൂസിന് ഇനി സ്നേഹത്തിന്റെയും കരുതലിന്റെയും വിശ്രമകാലം. അമൃത ന്യൂസ്, ഇടുക്കി.